നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കംപ്ലീറ്റ് ഇൻസ്പെക്ട് ചെയ്ത് അതിന് ശേഷം നമ്മൾ വണ്ടി നിലവിലെ എന്തെങ്കിലും വാറണ്ടി കാര്യങ്ങളുണ്ടോ വണ്ടി? വാറണ്ടി ഉണ്ട്, ഗുഡ് വിൽ വാറണ്ടി അവൈലബിൾ ആണ് 2031 വരെ. 31 വരെ ഗുഡ് വിൽ വാറണ്ടി എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും? നമുക്ക് ഇതിന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വന്ന പാർട്സിന് അപ്പോൾ ഡീസൽ ആരാധകരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിനൊക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ബ്രാൻഡില്ലേ, മതിയില്ലേ, വേറൊന്നും വേണ്ട. ഓക്കെ, നിലവിലെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണല്ലേ? ഫുൾ സർവീസ് ഹിസ്റ്ററി റെക്കോർഡ് എല്ലാം ഷോറൂം സർവീസ് ഇപ്പൊ നാളെ സർവീസ് കഴിഞ്ഞതേ എത്ര കഴിഞ്ഞ 9 മാസം, അതായത് സെപ്റ്റംബർ 5 വരെ നിലവിൽ വാറണ്ടി വെക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കമ്പനി വാറണ്ടി തന്നെ കൊണ്ടടക്കാൻ പറ്റിയൊരു ഥാറാണ്. ഓക്കെ, അപ്പൊ 23 മോഡൽ ഏതാ? ഡീസലാ? 2 വീൽ ഡീസൽ മാനുവൽ. അടുത്ത 2 BMW ഉണ്ട്, രണ്ടും X1 ആണ്. ഒന്ന് വൈറ്റും ഒന്ന് ബ്ലൂ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഈ വൈറ്റ് പരിചയപ്പെടാം. കേരള 83 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏതാ മോഡൽ ഇത്? 22 മോഡൽ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ നമ്മുടെ ലക്ഷറി കാറുകളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വന്നിരിക്കുന്ന ഷോറൂം ക്യാപ്സ് ലക്സ്, കോഴിക്കോട്, മാങ്കാവ്, തിരുവണ്ണൂരാണ് ലൊക്കേഷൻ. ക്യാപ്സിൻ്റെ തന്നെ ഇവിടെ തന്നെ, ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ക്യാപ്സ് കാസും ഉണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ക്യാപ്സ് കാസും ഉണ്ട്. അതിൽ നിന്ന് മാറി കുറച്ച് പ്രീമിയം സെഗ്മെന്റ് ഷോറൂമാണിത്. അതായത് ഇവിടെ ഇപ്പോൾ ബെൻസ്, ഓഡിയോ ഒക്കെ ഉണ്ട്. ഇത് മാത്രമല്ല, ഥാറുണ്ട്, മഹീന്ദ്ര XUV 700 ഉണ്ട്, B6 ഉണ്ട്, ഹ്യുണ്ടായി അൽക്കാസർ ഉണ്ട്, അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ BMW ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മിഡ് സെഗ്മെന്റും അതേപോലെ തന്നെ ലക്ഷറി സെഗ്മെന്റും കൂടിയിട്ടുള്ള ഒരു ഷോറൂമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വീഡിയോ ചെയ്തപ്പോൾ ഒരു സ്പെഷ്യൽ വണ്ടി ഉണ്ടായിരുന്നു, BYDയുടെ സീൽ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു. അത് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനത്തെ സ്പെഷ്യൽ വണ്ടികളല്ല, പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് രശ്മിയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കോള് കാര്യങ്ങളൊക്കെ? കൂടുതലായിട്ട് EV സെഗ്മെന്റിലുള്ള വണ്ടികളുണ്ടായിരുന്നു. ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ നമ്മൾ EV മാത്രമാണോ ചെയ്യുന്നത് എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 4-5 EV ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നല്ല റെസ്പോണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് B6 മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം EV ഉള്ളത്. ബാക്കിയൊക്കെ പ്രീമിയം വണ്ടി, പിന്നെ മിഡ് വേരിയന്റിലുള്ള ബാക്കി. ഓക്കെ, EV ഒറ്റ നേന്നുള്ളൂ. അന്ന് കുറെ EV ഉണ്ടായിരുന്നു, സീലടക്കം കുറെ EV ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും വണ്ടികളൊക്കെ പോയി അല്ലേ? ഓക്കെ, അപ്പോ ക്വാളിറ്റി വണ്ടികൾ ഇവര് ഇൻസ്പെക്ട് ചെയ്ത് തന്നെ എടുക്കുന്നല്ലേ ഫുൾ ഡീറ്റെയിൽ? ടീം ഉണ്ട്, അവര് പോയി ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുള്ളൂ. കൂടാതെ നമ്മൾ സുരേഷ് ഡ്രൈവേഴ്സിന്റെ അവര് പാർട്ടി വന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആരെ കൊണ്ടുവന്നുവേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവർ ഓൾറെഡി എടുക്കുന്നതിന് ഇൻസ്പെക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സെഗ്മെന്റ് വാഹനങ്ങളാണ്. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മാങ്കാവ്, തിരുവണ്ണൂരാണ് ലൊക്കേഷൻ, കോഴിക്കോട് ജില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ട് നമുക്ക് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം അല്ലേ? ഓക്കെ, ആദ്യ വാഹനം ഓഡി F4 ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഒറിജിനൽ കേരളയാണ്, നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാം ഒറിജിനൽ കേരളയാണ് അല്ലേ? ഓക്കെ, ഏതാ മോഡൽ ഇത്? 21 മോഡൽ, 2021 മോഡൽ. ഫുൾ ഓപ്ഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ ഫുൾ ഓപ്ഷൻ. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 32 കിലോമീറ്റർ ആണ് ഡ്രിവൺ ആയിട്ടുള്ളത്. ഓക്കെ, 32,000 കിലോമീറ്ററോടെ 21 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, A4 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനമാണ്. നല്ല പെർഫോമൻസ് ഉണ്ടാവും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കംപ്ലീറ്റ് ഇൻസ്പെക്ട് ചെയ്ത് അതിന് ശേഷം വണ്ടി. നിലവിലെ എന്തെങ്കിലും വാറണ്ടി കാര്യങ്ങളുണ്ടോ വണ്ടി? വാറണ്ടി ഉണ്ട്, ഗുഡ് വിൽ വാറണ്ടി അവൈലബിൾ ആണ് 2031 വരെ. 31 വരെ ഗുഡ് വിൽ വാറണ്ടി എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും? നമുക്ക് ഇതിന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് വന്ന പാർട്സിന് 70% കമ്പനീന്റെ വക വാറണ്ടി പ്രൊവൈഡ് ചെയ്യും. ബാക്കി 30% നമ്മൾ ചെയ്യേണ്ടി വരും. മറ്റേ ഫുൾ ഇത് കഴിഞ്ഞില്ല, ഫുൾ വാറണ്ടി കഴിഞ്ഞില്ല? ഫുൾ വാറണ്ടി കഴിഞ്ഞു. ഓക്കെ, എന്തായാലും ഗുഡ് വിൽ വാറണ്ടി ഉണ്ട്. 70% കമ്പനി പേ ചെയ്തോളും. ബാക്കി 30% നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വർക്ക് വരികയാണെങ്കിൽ, പാർട്സ് ഒക്കെ മാറുകയാണെങ്കിൽ അങ്ങനെ നമ്മളെ 30% കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നോർമൽ ഫുൾ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. പിന്നെ അപ്പോൾ ഒരു പെർഫോമൻസ് സെഡാൻ. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സ്ലാവിയ വെർച്ചസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ പ്രൈസും കൂടെ അറിഞ്ഞിട്ട് ഞാൻ പറയാം. ഇതിന്റെ പ്രൈസ് വരുന്നത് 29.5 ലക്ഷമാണ്. 29,50,000. ഇത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ടോപ്പ് എൻഡിന് 57 ലക്ഷം ഏകദേശം ഓൺ റോഡ് ഉണ്ട്. ഇപ്പൊ മാറി, ഇപ്പൊ 70-71 അല്ലേ? ഓക്കെ, അപ്പോ എന്താ പറയാ, ഫുൾ ഓപ്ഷൻ ഒരു ഓട്ടോമാറ്റിക് വെർച്ചസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 22-23 റുപ്യ. അപ്പൊ അതിന്റെ കുറച്ചുകൂടെ കൂട്ടി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു പ്രീമിയം. എല്ലാം ഒരേ ബ്രാൻഡ് തന്നെയാണ്, ഇതൊക്കെ ഒരേ ബ്രാൻഡാണ്, വെർച്ചസ് ആയാലും സ്ലാവ് ആയാലും. പക്ഷെ അതിനേക്കാൾ അപ്ഗ്രേഡ് ചെയ്തൊരു
പ്രീമിയം മോഡലിലേക്ക് എത്താം, പ്രീമിയം സെഗ്മെന്റിലേക്ക് എത്താൻ പറ്റും. അപ്പൊ പുതിയ കാറുകൾ നോക്കുന്നുണ്ടവര് പിന്നെ സർവീസ് കോസ്റ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു സ്ലാവിയൊക്കെ സർവീസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 സെയിം ഇതിന് ഏകദേശം വരാം. ചെറുങ്ങനത്തൊക്കെ മാറ്റേണ്ടാവും. വലിയ ഡിഫറൻസ് വരുന്നില്ല. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നോക്കാം നിങ്ങൾ. പിന്നെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെ? അത് മാക്സിമം കുറച്ചിട്ടാണ് 29,000. ഓക്കെ. അപ്പൊ താല്പര്യം എന്തായാലും നോക്കിക്കോളൂ. ലോണ് എത്ര കിട്ടും? ലോണ് 95% എന്റെ പ്രൊഫൈലൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 95% തന്നെ കിട്ടേണ്ടതാണ്. ഓക്കെ. അപ്പൊ ഒരു കിട്ടില്ല ചെറിയ പാഞ്ഞു പോകാൻ പറ്റിയ ആയിട്ടാണ് അടുത്ത വണ്ടിയിലേക്ക് പോകാം. നേരത്തെ നമ്മൾ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ കണ്ടു. ഇനി 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇതാകുമ്പോൾ അത്യാവശ്യം മൈലേജിൽ കൊണ്ടു കിടക്കാം. ഓക്കെ, പെർഫോമൻസ് എല്ലാം ഉണ്ടാവും. പിന്നെ C220D മെഴ്സിഡസ് ബെൻസ്. ഏതാ മോഡൽ ഇത്? 22 മോഡൽ, 2022 മോഡൽ. ഓക്കെ. കിലോമീറ്റർ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 40,000 ആണ് വരുന്നത്. 40,000 ഡീസലാണ്. അതിന്റെ ഓട്ടം പോയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? വാറണ്ടി ഉണ്ട്. 2027 വരെ വാറണ്ടി അവൈലബിൾ ആണ്. ഫുൾ വാറണ്ടിയാ? ഫുൾ വാറണ്ടി. ഓക്കെ. ഇതങ്ങനത്തെ 70% കളിയൊന്നുമില്ല. ഫുൾ വാറണ്ടി ഒക്കെയാണ്. എന്ത് സംഭവിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാവില്ല. ഓക്കെ. പിന്നെ ഇത് K11 രജിസ്ട്രേഷൻ ആണ്. K11 കോഴിക്കോട് വണ്ടിയാണ്. ഇവിടെ തന്നെ നാട്ടിൽ തന്നെയാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ ഡെയിലി യൂസിന് പറ്റിയൊരു പ്രീമിയം സെഡാൻ. ഓക്കെ, നല്ലൊരു വണ്ടി. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് വരുന്നത് 49.5 ആണ്. അത് നമുക്ക് ഇതിന്റെ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ സർവീസ് ഡ്യൂ ആണ്. അപ്പൊ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഫിക്സഡ് പ്രൈസ് 49.5. ഓക്കെ, ഇത് രണ്ടും ചെയ്തു തരും. പിന്നെ നിങ്ങൾ 15,000 കിലോമീറ്റർ ആയിട്ട് അടുത്ത സർവീസ് അല്ല 1 ഇയർ വണ്ടി കൊണ്ടെടുക്കാൻ ഫ്യൂവലിന്റെ എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. സർവീസും കഴിയും, ഇൻഷുറൻസ് ഫുൾ കവർ. അത് അത്യാവശ്യം ടയറൊക്കെ അത്യാവശ്യമുള്ളതാണ്. ഓക്കെ. അപ്പോ 49,50,000. ഇത് 2022 ഇറങ്ങുമ്പോ ChatGPT പറയുന്നത് പിന്നെ എത്രയാ? 72 ലക്ഷം. ഫുൾ ഓപ്ഷൻ വരും. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ എക്സ്ക്ലൂസീവ്. ഓക്കെ. ഫുൾ ഓപ്ഷന് അത്രയാണ് പറയുന്നത്. ഇപ്പോഴത്തെ പ്രൈസ് പറയുന്നത് 78 ലക്ഷം അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് അടിച്ചു നോക്കുക, അതല്ലേ പറയുന്നത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു 6 സീറ്റർ വാഹനമാണ്. ഹ്യുണ്ടായ് അൽകാസർ. അതായത് ടെമ്പററി രജിസ്ട്രേഷൻ കിടക്കുന്ന വണ്ടിയാണിത്. ഇതുവരെ രജിസ്ട്രേഷൻ ആയി, അതല്ല നമ്പർ കിട്ടിയില്ല. നമ്പർ എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. അതായത് ഇവിടുത്തെ ഓണർ പേരിൽ തന്നെ പേരിലേക്ക് ആയതാണ്. ഓണർ എടുത്ത വണ്ടിയാണ്. ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ. അവര് അങ്ങനെ കൊടുക്കൂല, അതുകൊണ്ടാണ് പേരിലാക്കിയത്, വേറൊന്നുമല്ല. ഓക്കെ. അപ്പൊ അൽകാസർ 6 സീറ്റർ വാഹനമാണ്. ഇത് 6 7 വരുന്നുണ്ട്. ഇത് 6 സീറ്റർ ആണ്. ഓക്കെ. ഏതാ മോഡൽ? ഏതാ? 24 മോഡൽ. 2024. ഏതാ ഓപ്ഷൻ വരുന്നത്? സിഗ്നേച്ചർ ഓപ്ഷൻ. ഓക്കെ. ഏറ്റവും ടോപ്പിന്റെ ഏതാ? പെട്രോൾ ഓട്ടോമാറ്റിക്. ടർബോ എഞ്ചിനാ വരുന്നത്. ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക് സിഗ്നേച്ചർ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. 24 മോഡൽ. 27 വരെ കമ്പനി വാറണ്ടിയിലായിരിക്കും അല്ലേ? കമ്പനി വാറണ്ടി അല്ല, 3 ഇയർ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ 26-ലല്ലേ രജിസ്ട്രേഷൻ? 26 ചെയ്തിട്ടേ ഉള്ളൂ. നമ്പർ പക്ഷെ കിട്ടിയില്ല. ഇനി നമുക്ക് നമ്പർ എടുക്കുന്നവർക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പൊ 26 രജിസ്ട്രേഷൻ, അതാണ് ടെമ്പററി. ഞാൻ വിട്ടുപോയി. ഓക്കെ. അപ്പൊ 29 വരെ വാറണ്ടി ഉണ്ട്. വാറണ്ടി വരും. ഓക്കെ. അപ്പൊ കമ്പനി വാറണ്ടി 29 വരെ ലഭിക്കുന്ന വാഹനമാണ്. ഇയർ ബാക്ക് വണ്ടിയാണ്. അപ്പൊ 24 ഇതിന് ഫുൾ ഓപ്ഷൻ. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 425 ഓടി. വെറും 425 കിലോമീറ്റർ ഓടിയ ഒരു ന്യൂ വെഹിക്കിൾ തന്നെ. 425 കിലോമീറ്റർ ഓടിയ ഒരു 6 സീറ്റർ അൽകാസർ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. അപ്പൊ അന്നത്തെ പ്രൈസ് ഏകദേശം 25 റുപ്യന്റെ അടുത്തുണ്ട് അല്ലേ? 25 ലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം എത്രയാ? പ്രൈസ് വരുന്നത് 21.25 ആണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. 21,75,000 രൂപയ്ക്ക് വെറും 425 കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ വണ്ടി. സെക്കൻഡ് ഓണർ നിങ്ങളാവും അല്ലേ? അതുമല്ല, ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഇഷ്ടമുള്ള നമ്പറും സെലക്ട് ചെയ്യാം. രജിസ്ട്രേഷൻ ആണ് വരിക. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ. സ്ലൈറ്റ്ലി. ഓക്കെ. അപ്പോൾ പുതിയൊരു അൽകാസർ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ 26. ന്യൂ കണ്ടീഷൻ വെഹിക്കിൾ തന്നെയാണ്. പുതിയ എത്രയുണ്ട്? 26. പുതിയത് ഇപ്പൊ വരുന്ന 26 സംതിങ് 27 ഉള്ളിലാണ് വരുന്നത്. 27 അകത്തായിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ താല്പര്യം. പിന്നെ ഒരു കാര്യം, പുതിയ വണ്ടിയിൽ എന്ന് പറയുമ്പോൾ ഇതില് സൺറൂഫ് വരുന്നില്ല. സൺറൂഫ് ഇല്ല. ഇപ്പൊ ഇറങ്ങുന്നതിന് സൺറൂഫ് വരുന്നില്ല. ഇതില് സൺറൂഫ് ഉണ്ട്. ഇത് പനോറമിക് സൺറൂഫ് അടക്കം വരുന്ന വാഹനമാണ്. അപ്പൊ താല്പര്യമുള്ളവർ എന്തായാലും നോക്കിയോ. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ ആകെയുള്ള EV ആണിത്. B6 ആണ്. മഹീന്ദ്ര B6 KL2 കൊല്ലം വണ്ടിയാണ്. ഏതാ മോഡൽ? ഇത് 2025 ആണ്. 25. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. പാക്ക് 3 ഓപ്ഷൻ. ഓക്കെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 25-ല്. ഇതിന്റെ റേഞ്ച് എങ്ങനെയാ വരുന്നത്? റേഞ്ച് 500 above 680 ആണ് പറയുന്നത്. 500 above ഫുൾ ചാർജിൽ
500 എന്നല്ല 580 എബോ കിട്ടുന്നുണ്ട്. 580 എബോ കിട്ടുന്നുണ്ട്. ഓക്കെ, 650 പറയുന്നത് റേഞ്ച് കമ്പനി പറയുന്നത്. അതെ അതെ. ഓക്കെ, എന്തായാലും 550 ഒക്കെ എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 20,000. 20,000 ഓടിയിട്ടുണ്ട്. ഇതിന്റെ വാറണ്ടി എങ്ങനെ വരും? മഹീന്ദ്ര എങ്ങനെ? വാറണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറുമ്പോൾ 10 years ആയിട്ട് കുറയും അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഓണർ 15 വർഷം. ഓക്കെ, സെക്കൻഡ് ഓണറിൽ 10 years കിട്ടുന്നുണ്ട്. 8 വർഷമല്ല 10 വർഷം കിട്ടുന്നുണ്ട് കേട്ടോ. കിലോമീറ്റർ വാറണ്ടി 160 എത്രയാ കിലോമീറ്റർ വാറണ്ടി വരുന്നത്? 2 lakhs ഉണ്ട് അല്ലേ? ഓക്കെ, 2 ലക്ഷം വരെ കിലോമീറ്റർ വാറണ്ടി കിട്ടുന്ന വാഹനമാണ്. അപ്പോൾ 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് BS6 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ ഇത് ശരിക്കും ഓൺ റോഡ് 32 അംഗം വരുന്നുണ്ട് അല്ലേ? 32 പക്ഷെ ഇപ്പോൾ ഓഫർ കഴിച്ച് 30 സംതിങ് ആണ്. 30 സംതിങ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഇതിന്റെ പ്രൈസ് എത്രയാ? 25,90. 25,90,000 രൂപ ലാസ്റ്റ് ആണോ അതോ എന്താ മാറ്റം ഉണ്ടാവോ? ചെറിയ രീതിയിൽ. ഓക്കെ, 25,90 2025 മോഡൽ, അതായത് 2035 വരെ നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ കേട്ടോ. അപ്പോൾ പുതിയൊരു വണ്ടി നോക്കുന്നവർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾ മൊത്തത്തിൽ ലോണും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ടോട്ടൽ എത്ര കോസ്റ്റ് വരണ്ടോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. പിന്നെ എടുക്കുന്നവരുടെ ഇഷ്ടമാണ് പുതിയ വണ്ടി എടുക്കണോ യൂസ് എടുക്കണത്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് വിട്ടു തന്നിരിക്കുന്നു. കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നെടുക്കാം അല്ലേ? അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ലോണ് മാക്സിമം കിട്ടും? ലോണ് മാക്സിമം കിട്ടും. EV ആയതുകൊണ്ട് 85% പറയാൻ പറ്റും. 85% കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് വോൾവോന്റെ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. വോൾവോ XC60 ആണ് വാഹനം. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 21 ആണ്. 21 മോഡൽ അല്ലേ? ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ ഇൻസ്ക്രിപ്ഷൻ ആണ് ഓപ്ഷൻ വരിക. ഏറ്റവും ടോപ്പിന്റെ വാഹനം XC60. കിലോമീറ്റർ എത്രയായി? 56 ആണ്. 56,000 അല്ലേ? ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് പ്രത്യേകത ഉണ്ട്. ഇപ്പം ഈ ഡീസൽ ഓട്ടോമാറ്റിക് ഇപ്പൊ ഇറങ്ങുന്നില്ല, പെട്രോളേ ഇറങ്ങുന്നുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ അതിനെ കൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഡീസലിന്റെ ആരാധകരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാം. ഓക്കെ, പെട്രോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്താ പറയാ പവർഫുൾ വണ്ടിയായിരിക്കും, കുറച്ച് സൈലന്റ് ആയിരിക്കും, പക്ഷെ ഉദ്ദേശിച്ച മൈലേജ് കിട്ടൂല. ഓക്കെ, അപ്പൊ ഡീസലിന്റെ ആരാധകരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. സേഫ്റ്റി ഫീച്ചേഴ്സിനൊക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ബ്രാൻഡില്ലേ, മതിയില്ലേ, വേറൊന്നും വേണ്ട. ഓക്കെ, നിലവിലെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല, നീറ്റ് വണ്ടിയാണല്ലേ? ഫുൾ സർവീസ് ഹിസ്റ്ററി റെക്കോർഡ് എല്ലാം ഷോറൂം സർവീസ് ഇപ്പൊ നാളെ സർവീസ് കഴിഞ്ഞത്. എത്ര കഴിഞ്ഞ? 50 കഴിഞ്ഞ. ഓക്കെ, ഇനി 65 അല്ലേ? ഓക്കെ, 65 സർവീസും വരുന്നുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ഓടാം നിങ്ങൾക്ക്. ഇപ്പൊ ഒന്നും ചെയ്യാനില്ല വണ്ടിയിൽ. ഓക്കെ, വാറണ്ടി ഒക്കെ കഴിഞ്ഞല്ലേ? വാറണ്ടി കഴിഞ്ഞു. ഓക്കെ, പ്രൈസ് എങ്ങനെയത്? പ്രൈസ് വരുന്നത് 45.9 ആണ്. ഓക്കെ, 45,90,000 രൂപയാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഒറിജിനൽ കേരള വണ്ടി. ഇത് ഇറങ്ങുന്ന സമയത്ത് എത്ര ഉണ്ട്? 70 72 ആ ഒരു റേഞ്ച് ഉണ്ട്. ഓക്കെ, പുതിയ വണ്ടിക്ക് ഇപ്പൊ 18 അടുത്തുണ്ട് അല്ലേ പുതിയ വണ്ടിക്ക്? ഓക്കെ, പുതിയ പെട്രോൾ ആണ്, ഇത് ഡീസലാണ്. അപ്പൊ നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും നോക്കിക്കോ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ വണ്ടി? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ വണ്ടികളും നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെ കൊണ്ട് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്താ വെച്ചാൽ അത്രയും കൺഫേം ആണ് നമ്മൾ എടുക്കുന്ന വണ്ടി അത്രയും നീറ്റ് വണ്ടിയാണ് എന്നുള്ളത്. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മഹീന്ദ്ര XUV 700 ആണ്. അതായത് 2 700 ഉണ്ട്, സെയിം കളറിൽ, ബ്ലൂ കളറിൽ 2 700, രണ്ടും KL7 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് അല്ലേ? ഓക്കെ, ഇത് ഏതാ മോഡൽ വരുന്നത്? 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ, X7 ലക്ഷറി ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഡീസൽ ഓട്ടോമാറ്റിക് X7 ലക്ഷറി, അഡാസ് ഫീച്ചേഴ്സ് അടക്കം വരുന്ന വാഹനമാണ്. 22 മോഡൽ, 3 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ എത്രയാണ് ഇതിപ്പോ? 52,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ വാഹനം? ഓക്കെ, വേറെ ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നും സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. എനിക്ക് ഒന്നാന്ന് ഇറങ്ങുമ്പോൾ 30 ലക്ഷത്തിനടുത്ത് ഉള്ളിലായിട്ട് വില വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. ഓക്കെ, ഇപ്പോഴത്തെ വാറണ്ടി കാര്യങ്ങൾ എന്തെങ്കിലും? വാറണ്ടി 28 വരെ വാറണ്ടി ഉണ്ട്. 2028 വരെ എക്സ്റ്റൻഡ് ചെയ്ത വാറണ്ടി ഉണ്ട് അല്ലേ? 28 വരെ വാറണ്ടി. എന്ത് പാർട്സ് മാറണമെങ്കിലും നിങ്ങൾ മേടിക്കണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകില്ല. അതാണ് വാറണ്ടിയുടെ ഏറ്റവും വലിയ ഗുണം. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? ഇത് പ്രൈസ് വരുന്നത് 22.90. 22,90,000 രൂപയാണ് ചോദ്യം വരുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമല്ലോ ചെറിയ രീതിയിൽ. അടുത്തത് മഹീന്ദ്ര തന്നെ 2 താറിന്റെ കൂടെ ഒരു വൈറ്റും ഉണ്ട്, അപ്പുറത്തൊരു ബ്ലാക്കും ഉണ്ട് കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് വൈറ്റ് പരിചയപ്പെടാം. KL79 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇതേതാ മോഡല്? 2023 ആണ്. 23 മോഡൽ താറാണ്. ഓക്കെ, വാറണ്ടി ഇപ്പൊ കഴിഞ്ഞിട്ടില്ല അല്ലേ? 9 മാസം, അതായത് സെപ്റ്റംബർ 5 വരെ നിലവിൽ വാറണ്ടി ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കമ്പനി വാറണ്ടി തന്നെ കൊണ്ടടക്കാൻ പറ്റിയൊരു താറാണ്. ഓക്കെ,
അപ്പോൾ 23 മോഡൽ ഏതാ? ഡീസലാ? 2 വീൽ ഡീസൽ മാനുവലാ. 2 വീൽ ഡീസൽ മാനുവൽ. മൈലേജ് പ്രിഫർ ചെയ്യുന്നവർക്ക് അത്യാവശ്യം മൈലേജ് തീർച്ചയായും അത്യാവശ്യം മൈലേജ് സിറ്റി തന്നെ ഒരു 13-14 ആ റേഞ്ച് മൈലേജ് കിട്ടുന്നതാണ്. 14 ഡീസലല്ലേ ഏകദേശം കിട്ടും. 2 വീലും ആണ്. 2 വീലാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വണ്ടിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആക്സസറീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വണ്ടി അത്. അല്ല ഇത് ഓട്ടോ എത്ര പോയി? ഓട്ടോ 21,000. 21,000 അല്ലേ? അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. പിന്നെ ആക്സസറീസ് എനിക്ക് തോന്നുന്നു ഒരു 2 lakhs അടുത്ത് ആക്സസറീസ് വന്നിട്ടുണ്ട് ആ വണ്ടീന്റെ പുറത്ത്. 2 lakhs 2 lakhs അടുത്ത് അത്രയും ചെയ്തിട്ടുണ്ട്. അത്രയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ത്യ റെസ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലാവുമായിരിക്കും. ഇന്റീരിയറിലും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഹെഡ്ലൈറ്റ്. ഓക്കെ, അത്യാവശ്യം നല്ല ആക്സസറീസ്. പിന്നെ റൂഫിൽ ഇതുണ്ട് അല്ലേ? റൂഫിൽ അതെ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിക്കോ. ആക്സസറീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല കൊണ്ടുപോയിട്ട്. അപ്പോൾ മാക്സിമം ലോണും കാര്യമുള്ളൂ എന്തായാലും. അടുത്ത വണ്ടിയിലേക്ക്, അടുത്ത ഥാറാണ് ബ്ലാക്ക്. ഇതേതാ മോഡൽ വരുന്നത്? 2023 തന്നെ. ഓക്കെ, ഏതാ? ഡീസലോ പെട്രോളോ? പെട്രോൾ ഓട്ടോമാറ്റിക് 2 വീലാണ്. 2 വീൽ ഓട്ടോമാറ്റിക് വാഹനമാണ്, പെട്രോൾ. ഓക്കെ, കിലോമീറ്റർ 28,000. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ് ഇത്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. നേരത്തെ കണ്ട നമ്മൾ ഡീസൽ മാനുവൽ ആയിരുന്നു. ഓക്കെ, 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. ഇതിൽ വേറെ ആക്സസറീസോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. UV പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസിന്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ട് അല്ലേ? ഉള്ളൊരു ആക്സസറീസ് ഇവിടെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാമല്ലേ? ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് വരുന്നത് 13,900. 13,900 മാറ്റം ചെയ്ത് കൊടുക്കാമല്ലോ ചെറിയ രീതിയിൽ. ഓക്കെ, 2023 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, 2 വീൽ ഡ്രൈവ് വണ്ടി. അപ്പോൾ താല്പര്യം നോക്കിയോ, ഒരു 13 ലക്ഷം വരെയൊക്കെ ലോണും കിട്ടുമായിരിക്കും. ഓ 13 പ്രൊഫൈൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും 13. ഇതിന്റെ മുമ്പുള്ള ഒരു താറുണ്ടായിരുന്നു, അതിന് 13 ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത XUV 700 ആണ്. നമ്മൾ നേരത്തെ കണ്ട സെയിം കളർ തന്നെ, സെയിം മോഡൽ തന്നെയാണ്. സെയിം മോഡൽ, പക്ഷെ അത് 23 ആണ് രജിസ്ട്രേഷൻ. ഇത് പക്ഷേ 22 തന്നെയാണ്. 22 മോഡൽ, 22 രജിസ്ട്രേഷൻ. ഓക്കെ, X7 ലക്ഷറി ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ. അത് ഓൾ വീൽ ഡ്രൈവ് ആയിരുന്നു. ഇത് നോർമൽ ആണല്ലേ? ഇത് നോർമലാണ്. അതിന്റെ പ്രൈസ് ഡിഫറൻസ് ഈ വണ്ടിയിൽ ഉണ്ടാവും. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ഇപ്പൊ കയറിയിട്ടല്ലോ വണ്ടി? പോളിഷ് ചെയ്തിട്ടില്ല? അല്ല, അത് ഇത് ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ വണ്ടി. ശരി, ഓക്കെ. അതിനത്ര ഗ്ലേസിംഗ് രണ്ടും നമ്പറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, മാറിപ്പോ. അവിടെ പോളിഷ് ചെയ്യാൻ അല്ല, അങ്ങനെയല്ല, എനിക്ക് പറഞ്ഞപ്പോ പെട്ടെന്ന് ഡൗട്ട് ആയതാ. അപ്പോ പ്രൈസ് എങ്ങനെയുണ്ട്? പ്രൈസ് വരുന്നത് 20,900. 20,900. നേരത്തെ കണ്ടത് 22,900 ആയിരുന്നു. ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇത് 20,900 നോർമലാണ്. ഒരു 19 ലക്ഷമൊക്കെ ലോണും കിട്ടൂല്ലോ? 19-20 വരെയൊക്കെ അല്ലേ? പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ എന്തായാലും കിട്ടും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. 2 ടൈപ്പ് വണ്ടികളുണ്ട്. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ലക്ഷറി കാർ തന്നെ, സെഡാൻ കാറ്റഗറി. E250 ആണ് മെർസിഡസ് ബെൻസ്. E220 അല്ലേ? 220D. നേരത്തെ കണ്ടത് C220 ആയിരുന്നു. ഇത് E220. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിൽ 20,000 കിലോമീറ്റർ ആണ് ഡ്രോൺ ആയിട്ടുള്ളത്. 20,000 അല്ലേ? 22 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. ഒറിജിനൽ കേരള. ഓക്കെ, ഒറിജിനൽ കേരള ഇങ്ങനെ എടുത്തു വരണ്ട. നമ്മളിവിടെ ഒറിജിനൽ കേരളയെ ചെയ്യുന്നുള്ളൂ. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും കാണുമ്പോൾ. ഇത് സ്കിപ്പ് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ പക്ഷേ ഡൗട്ട് വരണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട വണ്ടി നോക്കുന്നിടത്ത് കണ്ടാലോ ഒന്നും പറയാൻ പറ്റൂല. നമ്മളിവിടെ റീവണ്ടി ചെയ്യാറില്ല, കേരള വണ്ടി മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോ സർവീസ് പാക്കേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ E-ക്ലാസ് ആണ്. സീന്റെ മേലെ വരുന്ന കാറ്റഗറിയാണ്. പ്രൈസ് എല്ലാം വ്യത്യാസം ഉണ്ടാവും. എത്രയാ? 62.5 ആണ്. ഓക്കെ, 62,50,000 രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. E220D. ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഇതും അത്യാവശ്യം അത്യാവശ്യം മൈലേജ് കൊണ്ടുനടക്കാൻ പറ്റിയ കാറ്റഗറി തന്നെയാണ് വണ്ടികൾ. ഓക്കെ, അപ്പോൾ നല്ലൊരു സെഡാൻ കാറ്റഗറി. താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. മാക്സിമം ലോണും കിട്ടൂല? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത 2 BMW ഉണ്ട്. 2 X1 ആണ്. ഒന്ന് വൈറ്റും ഒന്ന് ബ്ലൂ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഈ വൈറ്റ് പരിചയപ്പെടാം. കേരള 83 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏതാ മോഡൽ? ഇത് 22 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ 51,000 ആണ് കിലോമീറ്റർ വരുന്നത്. 51,000. എല്ലാം 22 മോഡല്, 50 സംതിങ് കിലോമീറ്റർ ആണ് അധികത്തിലും കാണുന്നത്. അതിൽ കൂടുതൽ നമ്മൾ അങ്ങനെ എടുക്കാറില്ല. ലോ കിലോമീറ്റർ 50ന്റെ ചുവടെ 45 അത്രയും. എല്ലാം ഒരു 40-50 ആ റേഞ്ചിലാണ് കാണുന്നത് കൂടുതലും. ഓക്കെ, പ്രത്യേകിച്ച് പ്രീമിയം വണ്ടി എല്ലാം ഒരു 2021-22. ഓക്കെ, കിലോമീറ്റർ എത്രയാ പറഞ്ഞത്? കിലോമീറ്റർ 51. സോറി, ഇപ്പൊ പറഞ്ഞല്ലോ 51.
ഫുൾ ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ. ഓക്കെ, വേറെ ക്ലെയിമോ കാര്യങ്ങളോ കാര്യങ്ങള് അതിന്റെ മിറർ, സൈഡ് മിറർ റീപ്ലേസ് ആണ്. റീപ്ലേസാ? മിറർ കമ്പനി ഒന്നുമില്ല, ഷോറൂം തന്നെയാണ്, ഹിസ്റ്ററിയിലുള്ളതാണ്. ഹിസ്റ്ററിയിലുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ X1 ആണ്. ഇപ്പൊ എത്രയാ വരുന്നത് ഓൺലോഡ്? 65-70 അടുത്ത് ഓൾമോസ്റ്റ് ഒരു 75 ആ റേഞ്ച് ആറ്റാൻ തോന്നുന്നു. കറക്റ്റ് അറിയില്ല, നോക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ചോദ്യം എത്രയാണ് നിങ്ങളുടെ? ഇപ്പത് ചോദിക്കുന്നത് 36 ആണ്. 36 ലക്ഷം 2022 ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് X1 ആണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഒരു 32 ലക്ഷം 33 ലക്ഷം വരെയൊക്കെ ലോൺ ഫിനാൻസ് കിട്ടേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് X1 തന്നെ. സെയിം വണ്ടി, ബ്ലൂ കളറാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഏതാ മോഡല്? 21-22 രജിസ്ട്രേഷൻ. 21 ഇത് മോഡലുള്ളൂ. 22 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. സെയിം ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ തന്നെ, സെയിം വൈറ്റും സെയിം. പൊതുവെ X1 മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ശരിക്കും ഒരു 16, ഡീസൽ ഓട്ടോമാറ്റിക് അല്ല, അപ്പൊ എന്തായാലും ഒരു 16-17 റേഞ്ച് കിട്ടുന്നുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞ അത്യാവശ്യം മൈലേജ് കൊണ്ടുവരാൻ പറ്റിയ വണ്ടിയാണ്. ഇതും 51,000 ഓട്ടോ അല്ല, ഇത് 31 ആണ്. 31. പിന്നെ ഇത് അതിനപേക്ഷിച്ച് ഇതില് പ്രീമിയം സർവീസ് പാക്കേജ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ സർവീസ് വാറണ്ടി ഉണ്ട്. സർവീസ് അല്ല, വാറണ്ടി അവൈലബിൾ ആണ് 27 വരെ. ഇതില് സർവീസ് പാക്കേജ് പറയുമ്പോൾ എത്ര വരെ? 27 വരെ. 27 വരെ പ്രീമിയം സർവീസ് പാക്കേജ്. അപ്പൊ ഒരു സർവീസ് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? 27 വരെ അല്ല. പിന്നെ വാറണ്ടി ഉണ്ട്, 27 വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാറണ്ടി പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂല അല്ലേ? ഇയർ ഏകദേശം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെ ഡാഷ് ക്യാം BMW-ന്റെ ഒറിജിനൽ ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഓക്കെ ഓക്കെ, അതിലില്ല. ഇതിൽ ഒറിജിനൽ ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ട്. 21 മോഡൽ ലോ കിലോമീറ്റർ വണ്ടിയാണ്. 36,000 ഓടിയിട്ടുള്ളൂ. ഇതിന്റെ എത്രയാ ചോദ്യം? 35. മറ്റേ 35. ഓക്കെ, ഒരു വർഷത്തെ വ്യത്യാസം. ഓക്കെ, 35 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു X1 കൊണ്ടുപോകാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഏതാ ഇനി വരാനുള്ള സ്റ്റോക്ക് ഏതൊക്കെ ജെർസി വരാനുണ്ട്. പിന്നെ EV വണ്ടികൾ NSE നോക്കുന്നുണ്ട്. EV ഇഷ്ടം പോലെ വരുന്നുണ്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കാണുള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിൽ ആർക്കൊക്കെ ഇങ്ങനത്തെ വണ്ടികൾ വേണമെന്നുണ്ടോ അവർക്കൊക്കെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അടുത്തൊരു വീഡിയോ വെക്കണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.